നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അദാനി ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണങ്ങളെക്കുറിച്ചും അതിൽ US പ്രോസിക്യൂട്ടർമാർ ഉന്നയിച്ച ഗുരുതരമായ കുറ്റങ്ങളെക്കുറിച്ചും. ഇത് കേവലം ഒരു സാമ്പത്തിക വാർത്തയായി കാണാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിച്ഛായയെയും ഭരണ സംവിധാനത്തിന്റെ സുതാര്യതയെയും നിയമവാഴ്ചയെയും ഒരുപോലെ ചോദ്യം ചെയ്യുന്ന ഒന്നാണിത്. അടുത്തിടെ പുറത്തുവന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു. അമേരിക്കൻ പ്രോസിക്യൂട്ടർമാർ അദാനി ഗ്രൂപ്പിനെതിരെ, പ്രത്യേകിച്ച് അവരുടെ സൗരോർജ്ജ കരാറുകളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ കൈക്കൂലി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഏകദേശം $250 ദശലക്ഷം, അതായത് 2000 കോടിയിലധികം ഇന്ത്യൻ രൂപ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയായി നൽകി എന്നാണ് ആരോപണം. ഇത് ചെറിയ തുകയല്ല, മറിച്ച് ഭീമമായ ഒരു തുകയാണ്. ഈ ആരോപണങ്ങൾ കേവലം ഊഹാപോഹങ്ങളല്ല, മറിച്ച് US പ്രോസിക്യൂട്ടർമാർ ന്യൂയോർക്കിലെ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ അക്കമിട്ട് നിരത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അദാനി ഗ്രീൻ എനർജിയും US സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത അസൂർ പവറും ചേർന്ന് ഇന്ത്യയിൽ 12 ഗിഗാവാട്ട് സൗരോർജ്ജ വൈദ്യുതി വിതരണം ചെയ്യാനുള്ള പദ്ധതിക്ക് കരാർ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൈക്കൂലി നൽകിയത് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. 2020-നും 2024-നും ഇടയിലാണ് ഈ കൈക്കൂലി ഇടപാടുകൾ നടന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ കരാറിലൂടെ 20 വർഷത്തിനുള്ളിൽ ഏകദേശം $2 ബില്യൺ ലാഭം അദാനി ഗ്രൂപ്പ് പ്രതീക്ഷിച്ചിരുന്നതായും കുറ്റപത്രത്തിൽ പറയുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, അദാനി ഗ്രൂപ്പ് തങ്ങളുടെ കമ്പനി അഴിമതിരഹിത നയമാണ് പിന്തുടരുന്നതെന്ന് US ഭരണകൂടത്തെയും നിക്ഷേപകരെയും തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ്. ഈ കൈക്കൂലി വിവരം മറച്ചുവെച്ചുകൊണ്ട് US-ൽ നിന്ന് $300 കോടി നിക്ഷേപം സമാഹരിക്കാൻ ശ്രമിച്ചു എന്നും ആരോപണമുണ്ട്. ഇത് സെക്യൂരിറ്റീസ് തട്ടിപ്പ്, വയർ തട്ടിപ്പ്, ഗൂഢാലോചന തുടങ്ങിയ ക്രിമിനൽ കുറ്റങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഒരു സിവിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. ഫോറിൻ കറപ്റ്റ് ട്രേഡ് പ്രാക്ടീസസ് ആൻഡ് ആക്ട് എന്ന നിയമത്തിന്റെ ലംഘനമാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത്. ഈ കേസിൽ ഗൗതം അദാനിക്ക് പുറമെ അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗർ അദാനി, അദാനി ഗ്രീൻ എനർജിയുടെ മുൻ CEO വിനീത് ജെയിൻ എന്നിവർക്കെതിരെയും ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റ് 5ഓളം ഉദ്യോഗസ്ഥർക്കെതിരെയും കേസുണ്ട്. കോടതി രേഖകൾ പ്രകാരം ചില ഗൂഢാലോചനക്കാർ ഗൗതം അദാനിയെ ന്യൂമറോ യുനോ എന്നൊക്കെ കോഡ് നാമങ്ങളിൽ സ്വകാര്യമായി പരാമർശിച്ചിരുന്നതായും സാഗർ അദാനി തന്റെ സെൽഫോൺ ഉപയോഗിച്ച് കൈക്കൂലിയുടെ വിശദാംശങ്ങൾ ട്രാക്ക് ചെയ്തിരുന്നതായും പറയുന്നു. ഇത് ഈ ഇടപാടുകളിൽ അവരുടെ നേരിട്ടുള്ള പങ്കാളിത്തം വ്യക്തമാക്കുന്നു. ഈ ആരോപണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് ശക്തമായ നിഷേധവുമായി രംഗത്തെത്തി. തങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിയമാനുസൃതമാണെന്നും US പ്രോസിക്യൂട്ടർമാർ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അവർ പ്രസ്താവിച്ചു. തങ്ങൾ ഇന്റഗ്രിറ്റിയുടെ ഏറ്റവും ഉയർന്ന മാനദണ്ഡങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ അറിയിച്ചു. എന്നാൽ ഈ നിഷേധം മാത്രം മതിയാകുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ വാർത്ത ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തു. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദാനിയെ രക്ഷിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ വിഷയത്തിൽ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കെ ഈ ആരോപണങ്ങൾ വന്നത് BJPക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു. BJP നേതാക്കൾ ഇത് ജോർജ് സോറോസുമായും കോൺഗ്രസുമായും ബന്ധപ്പെട്ട ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഈ ആരോപണങ്ങൾ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വിപണിയിലെ പ്രകടനത്തെയും കാര്യമായി ബാധിച്ചു. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികൾക്ക് വലിയ ഇടിവുണ്ടായി. അദാനി എന്റർപ്രൈസസ്, അദാനി ഗ്രീൻ എനർജി, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി പോർട്സ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾക്ക് 10% മുതൽ 20% വരെ ഇടിവ് രേഖപ്പെടുത്തി. ഇത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അദാനി ഗ്രൂപ്പ് നേരിടുന്ന മറ്റൊരു വലിയ തിരിച്ചടിയാണ്. ഏകദേശം 2 ലക്ഷം കോടി രൂപയുടെ വിപണി മൂല്യമാണ് അദാനി ഗ്രൂപ്പ് കമ്പനികൾക്ക് ഈ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടമായത്. അദാനി ഗ്രീൻ എനർജി പ്ലാൻ ചെയ്തിരുന്ന $600 ദശലക്ഷം ബോണ്ട് വിൽപ്പനയും റദ്ദാക്കി. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രതികളെ പരസ്പരം കൈമാറാനുള്ള കരാറുകളുണ്ടെങ്കിലും ഈ കേസിന്റെ നിയമപരമായ നടപടികൾ സങ്കീർണമാണ്. ഗൗതം അദാനിയും കേസിലെ മറ്റ് ആരോപണ വിധേയരും ഇന്ത്യയിലാണുള്ളത്. US ഡിസ്ട്രിക്ട് കോടതിയിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ സമർപ്പിച്ച രേഖകൾ പ്രകാരം ഗൗതം അദാനി ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കാൻ ഇന്ത്യയിലെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നിയമ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ സമൻസ് നൽകാനാണ് ശ്രമം. എന്നാൽ ഗുജറാത്തിലെ ഒരു സെഷൻസ് കോടതിയിൽ സമൻസ് എത്തിച്ചിട്ടുണ്ടെങ്കിലും കോടതി ഇതുവരെ ഗൗതം അദാനിക്കും സാഗർ അദാനിക്കും സമൻസ് കൈമാറിയിട്ടില്ലെന്നും കമ്മീഷൻ പറയുന്നു. ഈ കേസ് ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ്. അദാനിക്ക് മുന്നോട്ടു പോകുന്നതിന് നിരവധി നിയമപരമായ സാധ്യതകളുണ്ട്. അവർക്ക് ആരോപണങ്ങൾക്കെതിരെ പോരാടാം, തെളിവുകളെ വെല്ലുവിളിക്കാം, അല്ലെങ്കിൽ കൈക്കൂലി, സെക്യൂരിറ്റി വഞ്ചന തുടങ്ങിയ ആരോപണങ്ങളെ വസ്തുതകൾ പിന്തുണയ്ക്കുന്നില്ലെന്ന് വാദിക്കാം.
ഒത്തുതീർപ്പ് ചർച്ചകളും ഒരു സാധ്യതയാണ്. ശിക്ഷകൾ കുറയ്ക്കുന്നതിനോ മറ്റ് ഇളവുകൾക്കോ പകരമായി ചില ആരോപണങ്ങളിൽ കുറ്റം സമ്മതിക്കുന്നത് ഇതിൽ ഉൾപ്പെട്ടേക്കാം. കുറ്റാരോപിതരിൽ ആരെങ്കിലും യുഎസിന് പുറത്താണെങ്കിൽ അവർക്ക് കൈമാറലിനെ എതിർക്കാം. പ്രത്യേകിച്ചും ഇന്ത്യയിലും യുഎസിലും ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ക്രിമിനൽ അല്ലെന്ന് അവർ അവകാശപ്പെടുകയാണെങ്കിൽ. ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യയുടെ ബിസിനസ് ലോകത്തും രാഷ്ട്രീയ രംഗത്തും വലിയ പ്രകമ്പനം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പുകളിൽ ഒന്നിനു നേരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു. മറുവശത്ത് പ്രതിപക്ഷം ഇതിനെ സർക്കാരിനെതിരായ ആയുധമായി ഉപയോഗിക്കുന്നു. ഈ കേസ് എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെയും സാമ്പത്തിക നയങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളായ അൽ ജസീറയും ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങളായ ഇന്ത്യ ടുഡേ, ഡെക്കാൻ ഹെറാൾഡ്, മനോരമ ന്യൂസ്, മാതൃഭൂമി ന്യൂസ്, ദേശാഭിമാനി, ഇക്കണോമിക് ടൈംസ് മലയാളം, ദൂൽ ന്യൂസ് തുടങ്ങിയവയെല്ലാം ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകി. ഇത് ഈ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ഇവിടെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. എത്ര വലിയ വ്യവസായി ആയാലും എത്ര വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവർ ആയാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും വേണം. ഈ കേസിൽ സത്യം പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. യുഎസ് പ്രോസിക്യൂട്ടർമാർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അത് നമ്മുടെ ഭരണ സംവിധാനത്തിലെ അഴിമതിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വെളിപ്പെടുത്തും. അഴിമതി ഇല്ലാതാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കേസ് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്കും ഒരു വെല്ലുവിളിയാണ്. യുഎസിൽ ഒരു കേസ് നടക്കുമ്പോൾ പോലും ഇന്ത്യയിൽ ഈ വിഷയത്തിൽ കാര്യമായ അന്വേഷണങ്ങൾ നടക്കാത്തത് പല ചോദ്യങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ ഹർജികൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കോടതിയുടെ ഇടപെടലുകൾ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദാനി ഗ്രൂപ്പ് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ അവരുടെ വിശ്വാസ്യതയെയും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും ദോഷകരമായി ബാധിക്കും. നിക്ഷേപകർക്ക് രാജ്യത്തെക്കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇത് ഇടയാക്കും. അതിനാൽ ഈ വിഷയത്തിൽ ഒരു സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം അനിവാര്യമാണ്. സൗരോർജം പോലുള്ള പുനരുപയോഗ ഊർജ മേഖലയിൽ അഴിമതി നടന്നു എന്നത് കൂടുതൽ ആശങ്കാജനകമാണ്. രാജ്യത്തിന്റെ ഊർജ സുരക്ഷയ്ക്കും പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കും നിർണായകമായ ഈ മേഖലയിൽ ഇത്തരം കളങ്കങ്ങൾ വരുന്നത് അംഗീകരിക്കാനാവില്ല. ഈ കേസിന്റെ ഓരോ ഘട്ടവും നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. സത്യം പുറത്തു വരുന്നതുവരെയും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നതുവരെയും ഈ വിഷയത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. കാരണം ഇത് കേവലം ഒരു കമ്പനിയുടെയോ ഏതാനും വ്യക്തികളുടെയോ മാത്രം പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയുടെ പ്രശ്നമാണ്. ജയ് ഹിന്ദ്.